നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എല്ലാം ശരിയായി വരുമ്പോൾ നമ്മളങ്ങ് ആഗ്രഹിച്ച് പോകണം. സംഭവം ഇന്ത്യയുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്നൊരു ഡെസ്റ്റിനേഷൻ അല്ല ലക്ഷദ്വീപ്. കൊച്ചി ലക്ഷദ്വീപ് വാർഫിൽ വെച്ചിട്ടാണ് നമ്മുടെ ചെക്കിങ് അതുപോലെ വെരിഫിക്കേഷൻ എല്ലാം ചെയ്യുക. ചെക്കിങ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെ ബാഗൊക്കെ ഒരു ബാഗിലും അതുപോലെ നമ്മളെ ഒരു ബസ്സിലും കയറ്റിയിട്ടായിരിക്കും നേരെ ഷിപ്പിൻ്റെ അടുത്തോട്ട് പോവുക. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. എല്ലാ യാത്ര നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കും. അതുപോലെ ഒരു യാത്രയായിരുന്നു ഇത്. ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ കടലിൽ കൂടി പോകുന്നതുകൊണ്ട് ഒരുപാട് കുലുക്കം ഉണ്ടാകുമോ, അതുപോലെ ഫുഡ് എങ്ങനെ ആയിരിക്കും എന്നെല്ലാം ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഷിപ്പിൽ പോകുന്നത്. എന്നിരുന്നാലും ഒട്ടും മോശമില്ലാത്ത ഫുഡും അല്ലാണ്ട് കുലുക്കമൊന്നുമില്ലാതെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഷിപ്പിനകത്താണെങ്കിൽ നമുക്ക് ക്യാൻറ്റീനായിട്ട് അത്യാവശ്യം സ്പേസുള്ളൊരു ക്യാൻറ്റീൻ തന്നെയാണ് ഉള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഉപ്പുമാവ്, മുട്ട, ജാം, ബ്രെഡ്, പഴം, അതുപോലെ തന്നെ ഉച്ചക്കാണെങ്കിൽ ചോറ്, അതിൻ്റെ കൂടെ ഒരു വത്തക്ക ഉണ്ടാകും, അല്ലെങ്കിൽ ബിരിയാണിയോ, 4 മണിക്കാണെങ്കിൽ എന്തെങ്കിലും എണ്ണക്കടിയോ ബിസ്ക്കറ്റോ, അതുപോലെ വൈകുന്നേരം രാത്രി അതുപോലെ തന്നെ ബിരിയാണിയോ ചോറോ ചപ്പാത്തിയോ നമുക്ക് ഏതാ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ടോക്കൺ എടുത്താണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയായിരിക്കും നമുക്ക് ഭക്ഷണം കിട്ടുക. ഷിപ്പിനകത്ത് ബങ്ക് ക്ലാസ് ആണിത്. ഓരോരുത്തർ ടിക്കറ്റിലും ഉണ്ടാവും, അവരവരുടെ സീറ്റ് നമ്പർ ഉണ്ടാവും. അതിലൊരു തൽക്കണി ഒരു കർട്ടനാണ് വരിക. നമ്മൾ ഡോർമെറ്ററി ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ ബങ്ക് ഗ്ലാസ് വരുന്നത്. ബങ്ക് ഗ്ലാസ്സിനോട് ചേർന്ന് കൊണ്ട് തന്നെ നമുക്ക് പുറത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഓരോ വിൻഡോസ് ഉണ്ടായിരിക്കും. ഷിപ്പിനകത്ത് നീല ഡോറോട് കൂടിയിട്ടായിരിക്കും ടോയ്ലറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ നല്ലൊരു സ്പേസ് ഉണ്ട്, പ്രാർത്ഥനാ മുറി ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് ഷിപ്പിനകത്ത്. അനാർക്കലി സിനിമ കണ്ട പോലെ തന്നെ നമ്മൾ ബോട്ട് കയറിയിട്ടായിരിക്കും ദ്വീപിലോട്ട് പോവുക. ചില ദ്വീപുകളിൽ നേരിട്ട് നമുക്ക് ഷിപ്പിൽ നിന്ന് ഇറങ്ങാവുന്നതുണ്ട്. ദ്വീപിലോട്ട് മെയിനായിട്ട് നമ്മൾ നാട്ടിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ദ്വീപുകളിലെ സാധനങ്ങൾക്ക് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഡബിളായിരിക്കും എല്ലാ സാധനങ്ങൾക്കും വില. അങ്ങനെ നമുക്കുള്ള ബോട്ടും വന്ന് ബോട്ടിൽ കയറി നമ്മൾ നേരെ ദ്വീപിലോട്ട് പോയി. നമ്മൾ ദ്വീപിലെത്തി എന്നുള്ളത് ഇവിടെ പെർമിറ്റ് കാണിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യണം. അതുപോലെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും അതുപോലെ വെരിഫൈ ചെയ്ത് പോകണം. അതാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ചായക്കടകളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കടികളും നമ്മുടെ ടേബിളിലെത്തും. നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചതിന് നമ്മൾ എത്രണ്ണം കഴിച്ചു എന്ന് എണ്ണം കൊടുത്ത് ബില്ലടച്ചാൽ മതി. രാത്രി ടൂർണമെൻറ്റും കണ്ട് നമ്മൾ നേരെ കല്യാണ സൽക്കാരത്തിന് പോയി. നമ്മളെ നാട്ടിലെ കല്യാണത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും നമ്മളെ മനസ്സും വയറും ഒരുപോലെ നിറക്കുന്നവരാണ്. പിന്നെ നമ്മൾ നേരെ മീൻ പിടിക്കാൻ കാണാൻ പോയി. അവിടുത്തെ ആവശ്യങ്ങൾക്കുള്ള കറികൾക്കുള്ള മീനൊക്കെ അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് മീൻ അവിടെ സുലഭമായിട്ട് കിട്ടും. നമ്മളതും കണ്ട് നേരെ റൂമിലോട്ട് പോയി. പിന്നെ നമ്മൾ നേരെ മുലത്തേക്ക് സ്കൂബ ഡൈവിന് പോയപ്പോൾ അവിടെയും ക്ലാസ്. അവിടുത്തെ ക്ലാസ് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനടിയിൽ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓക്സിജൻ്റെയും മറ്റു പരിപാടികളൊക്കെയാണ് അവിടെ പറയണത്. അത് നമ്മൾ നേരെ കുറച്ച് അയലോടത്ത് പോയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ കടലിൽ കൊണ്ട് ഇറക്കുള്ളൂ. ആദ്യമൊക്കെ കുറച്ചൊക്കെ പേടിയുണ്ടെങ്കിലും പിന്നെ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോൾ ഓക്കെ ആയി. അതിനുശേഷം നമ്മളും കടലിനടിയിൽ പോയി കണ്ട് മീനുകളൊക്കെ കണ്ട് പിന്നെ നമ്മളങ്ങനെ ആ ലോകത്തായിരിക്കും. ലക്ഷദ്വീപ് പോവുകയാണെങ്കിൽ വേറൊരു വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിലും സ്കൂബ ഡൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മിസ് തന്നെ ആയിരിക്കും. ലക്ഷദ്വീപ് പോകുന്നവർ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒന്നാണ് സ്കൂബ ഡൈവ്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും. അത്രക്കും മനോഹരമായിട്ടായിരിക്കും. നമ്മൾ അതിനടിയിലൂടെ പിന്നെ ആ ഒരു ലോകത്തിലൂടെ ആയിരിക്കും. നമ്മൾ പിന്നെ അവിടുത്തെ റേഷൻ പിടി പോയി. റേഷൻ കടയിൽ പോയപ്പോൾ അവിടെ എല്ലാവരും എസ്റ്റിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും റേഷന്. നമ്മളിവിടുത്തെ പോലെ വലിയൊരു ചെറിയൊരു വെള്ളക്കാട് നീലക്കാട് അങ്ങനെയൊന്നുമില്ല. അവിടെ എല്ലാവർക്കും ഒരുപോലെയാണ്. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവരും പൈസ ഇല്ലാത്തവരും എല്ലാവരും ഒരുപോലെയാണ് അവിടുത്തെ റേഷന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നീരാളിൻ്റെ കുട്ടിയില്ലേ അതിനെ പിടിക്കണ കാണാൻ പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് കരയത്ത് കൂടി ഇങ്ങനെ നമ്മൾ ശംഖൊക്കെ ഉണ്ടാവില്ലേ, അതുമാതിരിക്ക് ജീവനുള്ള സാധനങ്ങൾ അതും കണ്ട് അങ്ങനെ നടക്കുക. അപ്പോൾ അങ്ങനെ ഒന്നിനെ പിടിച്ചാണ്ട് ഇങ്ങനെ തിരിച്ച് കളിച്ചിരിക്കുക. ഏതോ ഒരു കുറ്റിക്കാട്ട് കൂടെ നിൽക്കുകയാണ് ഇത്. തിന്നാൻ പറ്റൂലല്ലേ? ഇതിനപ്പുറത്തൊക്കെ കടലാണ്. പാമ്പില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഏക്കൂടി നടക്കാം. നമ്മുടെ നാട്ടിൽ എവിടെ കയറിയാലും പാമ്പകര അണലി അങ്ങനെ ഉണ്ടാവും. ഏതേലും പൊന്തയിലുണ്ടാവും ആരേലും കൊത്താൻ. ഇവിടെ ഏത് കുറ്റിക്കാട്ടിലും ഇല്ല. ഇതാണ് ഇവിടുത്തെ ഹെലിപ്പാഡ്. അതായത് എന്തെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്റർ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുക. പിന്നെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോപ്പർട്ടീസൊക്കെ പണ്ട് കൊറോണ വന്ന സമയത്ത് ഇതിലായിരുന്നു ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ കുറേ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. ഒരു ഉപയോഗിക്കാതെ അങ്ങനെ
വെറുതെ കിടക്കുന്നത്. ഇതാണ് അടുത്ത ജിമ്മ്. ഇതും അങ്ങനെ വെറുതെ ഉപയോഗിക്കാതെ മാസമായി കളയാ. എന്തല്ലേ ഒക്കെ ഉണ്ട്, ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സമാധാനമായിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് ബീച്ചിലിങ്ങനെ ഊഞ്ഞാലാടിയിരിക്കുക. വേറൊരു ബീച്ചിലും ഉണ്ടാവില്ല ഈ ഒരു സുഖം. ക്യാനകളിൽ ഇറക്കുന്നതാണ് അവിടേക്കുള്ള എണ്ണ. അവിടെ കറണ്ടൊക്കെ ഡീസലിനാണ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഓരോ വണ്ടിക്കും റേഷന്മാരെയാണ് എണ്ണ കൊടുക്കുന്നത്. അവിടെ എണ്ണക്ക് നല്ല റേറ്റ് ഉണ്ട്. വൈകുന്നേരമായ താത്തമാരെല്ലാവരും ബീച്ചിലങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. അതാണ് വൈകുന്നേരങ്ങളിൽ അവിടുത്തെ താത്തമാരെ പരിപാടി. വെള്ളം ശുദ്ധീകരിക്കണതാണിത്, ഫിൽറ്റർ ചെയ്യണ. എല്ലാ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഫിൽറ്റർ കണക്ഷൻ ഉണ്ടാവും. എല്ലാ വീട്ടിലും കിണറുണ്ടാവും, നല്ലൊരു ഫിൽറ്റർ ചെയ്യണ ഒരു കണക്ഷനും ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ചെറുക്കന്മാരൊക്കെ കൂടിയിട്ട് അങ്ങനെ കുളിക്കാൻ പോയി. നമ്മൾ കുളത്തേക്ക് പോകണ മാതിരി അവിടെ കടൽക്ക്. ലക്ഷദ്വീപുകാരുടെ ഒരു വിഭാഗം കിലാഞ്ചി ഫാലും കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലോട്ട്.